നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. അടുത്ത ഷോക്കുമായി വൈദ്യുതി ബോർഡ്. സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനം. മീറ്ററിന്റെ വിലയായി വലിയ തുക ഉപഭോക്താക്കൾ നൽകേണ്ടി വരും. ഏറെക്കാലമായി കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കളെ പരമാവധി ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ് KEB അഥവാ വൈദ്യുതി ബോർഡ്. അടിക്കടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക, പലതരത്തിലുള്ള ചാർജുകൾ ഈടാക്കുക, ഉപഭോക്താക്കൾക്ക് ന്യായമായ ഒരു സേവനവും നൽകാതെ വരിക, ഇതൊക്കെ കേരളത്തിലെ വൈദ്യുതി ബോർഡിന്റെ സവിശേഷതകളാണ്. അത്യാവശ്യ വസ്തു എന്ന നിലയ്ക്ക് എല്ലാ ദുരിതങ്ങളും സഹിച്ചുകൊണ്ട് വൈദ്യുതി കണക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ് നിസ്സഹായരായ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വൈദ്യുതി ഉപഭോക്താക്കൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വൈദ്യുതി ബോർഡ് എല്ലാ ഉപഭോക്താക്കൾക്കും സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. നിലവിലുള്ള മീറ്ററുകൾ മാറ്റി പകരമായി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനമാണ് വൈദ്യുതി ബോർഡ് എടുത്തിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ മുഴുവൻ ഉപഭോക്താക്കൾക്കും സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കാനും തീരുമാനമുണ്ട്. ഉപഭോക്താക്കൾക്ക് ഏതാണ്ട് വലിയ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്ന തരത്തിലാണ് സ്മാർട്ട് മീറ്ററിന്റെ കാര്യത്തിൽ വൈദ്യുതി ബോർഡ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. നിലവിലുള്ള മീറ്ററുകൾ മാറ്റി സ്മാർട്ട് മീറ്ററുകൾ ഘടിപ്പിക്കുന്നതിന് വൈദ്യുതി ബോർഡിന്റെ ജീവനക്കാർ തന്നെ ആയിരിക്കുമെന്ന മഹാകാര്യമാണ് ബോർഡ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിലവിലുള്ള മീറ്റർ മാറ്റി പുതിയ സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുമ്പോൾ അതിന്റെ വിലയായി വരിക വലിയൊരു തുക ബോർഡിന് നൽകേണ്ടി വരും എന്ന കാര്യം മാത്രം ബോർഡ് വ്യക്തമാക്കുന്നില്ല. ഏതായാലും പതിവ് പോലെ ഒരു പുതിയ ഇരുട്ടടി കൂടി വൈദ്യുതി ബോർഡിൽ നിന്നും വരുന്നു എന്നതാണ് സാധാരണക്കാരന്റെ അങ്കലാപ്പിന് കാരണമായിരിക്കുന്നത്. നിലവിലെ മീറ്ററുകൾ മാറ്റി സ്മാർട്ട് മീറ്റർ വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡർ നടപടികൾ വൈദ്യുതി ബോർഡ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച അനുമതിക്ക് വേണ്ടി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ മുന്നിൽ അപേക്ഷ നൽകുകയും ചെയ്തു കഴിഞ്ഞു. പുതിയ മീറ്ററുകൾ ഉപഭോക്താക്കൾക്ക് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ വില 93 പ്രതിമാസ തവണകളായി ബോർഡിന് നൽകണം എന്നതാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പിൽ പറയുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ സർക്കാർ സ്ഥാപനങ്ങളുടെയും ഹൈ ടെൻഷൻ ഉപഭോക്താക്കളുടെയും അടക്കം 3 ലക്ഷം മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. 2-3 ഘട്ടങ്ങളിലായി 17 ലക്ഷത്തോളം വരുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ മീറ്ററുകൾ മാറ്റുന്ന നടപടി ഉണ്ടാകും. ആദ്യഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഡിസംബറിൽ രണ്ടാം ഘട്ടം പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാണ് പറയുന്നത്. ഇതോടുകൂടി സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡിന്റെ മുഴുവൻ ഉപഭോക്താക്കൾക്കും സ്മാർട്ട് മീറ്ററുകൾ ഘടിപ്പിക്കുന്ന ജോലി പൂർത്തീകരിക്കും. സ്മാർട്ട് മീറ്ററുകൾ എല്ലാ മേഖലയിലും സ്ഥാപിക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാകുന്നത് കേരളത്തിലെ പൊതുമേഖലയിലെയും സർക്കാരിന്റെയും സ്ഥാപനങ്ങളായിരിക്കും. സ്മാർട്ട് മീറ്ററുകൾ സാധാരണഗതിയിൽ മുൻകൂട്ടി പണമടയ്ക്കുന്ന സംവിധാനമാണ് നടപ്പിൽ വരുത്തുക. ഈ സംവിധാനം വരുമ്പോൾ നിലവിൽ വൈദ്യുതി ബില്ല് കുടിശ്ശിക വരുത്തിയിട്ടുള്ള സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുന്നതിന് പ്രതിസന്ധി ഉണ്ടാകും. കുടിശ്ശിക മുഴുവൻ അടച്ചു തീർത്താൽ മാത്രമേ സ്മാർട്ട് മീറ്റർ സമ്പ്രദായം നടപ്പിൽ വരുത്തുവാൻ കഴിയുകയുള്ളൂ. വൈദ്യുതി ബോർഡ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ സ്മാർട്ട് മീറ്ററുകൾ ഘടിപ്പിച്ചാൽ ഗാർഹിക ഉപഭോക്താക്കളായ സാധാരണക്കാർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ബോർഡിന് വലിയ വിശദീകരണമൊന്നുമില്ല. ഓരോ കാരണങ്ങളുടെയും പേര് പറഞ്ഞുകൊണ്ട് ഉപഭോക്താക്കളിൽ നിന്നും അധിക ചാർജ് സ്ഥിരമായി ഈടാക്കിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി ബോർഡ് വീണ്ടും ഉപഭോക്താക്കളെ ഉപദ്രവിക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വാസ്തവം. നിലവിൽ വൈദ്യുതി ബോർഡ് 2 മാസം കൂടുമ്പോഴാണ് റീഡിംഗ് എടുത്ത് ഉപഭോക്താക്കൾക്ക് ബില്ല് നൽകുന്നത്. ഈ സമ്പ്രദായം മൂലം 2 മാസം ബില്ലാകുമ്പോൾ ഉപഭോക്താക്കൾ ഉപയോഗവും ബില്ല് സ്ലാബ് മാറി വലിയ തുകയിലേക്ക് എത്തിച്ചേരുന്ന ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മാസവും ബില്ല് നിശ്ചയിച്ചാൽ ഉപയോഗവും ബില്ല് തുകയും കുറഞ്ഞിരിക്കും എന്ന ഉപഭോക്താക്കളുടെ ആവശ്യത്തെ കാലങ്ങളായിട്ടും വൈദ്യുതി ബോർഡ് പരിഗണിച്ചിട്ടില്ല. പുതിയ സ്മാർട്ട് മീറ്റർ സമ്പ്രദായം നിലവിൽ വന്നു കഴിഞ്ഞാൽ മാസം തോറും ഉപഭോക്താവിന് ബില്ലടയ്ക്കുവാൻ കഴിയുമെങ്കിൽ അതൊരു ആശ്വാസം തന്നെയായിരിക്കും. മീറ്റർ ഘടിപ്പിക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായി ഓരോ ഉപഭോക്താവിന്റെയും ബില്ലുകൾ തയ്യാറാക്കപ്പെടുകയും ഓൺലൈനായി തുക അടയ്ക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്യും എന്ന വിശദീകരണമാണ് ബോർഡ് പറയുന്നത്. എന്നാൽ നിലവിലെ സമ്പ്രദായം മാറ്റി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന മീറ്ററിന്റെ വില നൽകൽ ഉപഭോക്താവിന്റെ തലയിൽ വന്ന് വീഴുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നന്ദി, നമസ്കാരം.